AD 628 മാർച്ച് മാസത്തിൽ നടന്ന ഹുദൈബിയ സന്ധിയിലൂടെയാണ് മുസ്ലിങ്ങളും അവിശ്വാസികളും തമ്മിലുണ്ടായിരുന്ന ശത്രുത അവസാനിക്കുന്നത്. പ്രത്യക്ഷത്തിൽ ഹുദൈബിയ സന്ധി എന്ന് പറയുന്നത് മുസ്ലിങ്ങൾക്ക് ഒരു അപമാനകരമായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു പോലും ചോദിക്കുകയുണ്ടായി, ഇത്രയും മ്ലേച്ഛമായ ഒരു ഉടമ്പടിക്ക് നാം എന്തിനാണ് അതിന് ഒപ്പുവെക്കുന്നത്, അത് അംഗീകരിക്കുന്നത് എന്തിനാണ് എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പോലും ചോദിക്കുകയുണ്ടായി. മക്കക്കാർ വിചാരിച്ചത് ഇതൊരു അവരുടെ വിജയമാണ് എന്നായിരുന്നു ഈ സന്ധിയിൽ അവർ മനസ്സിലാക്കിയിരുന്നത്. എന്നാൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഈ സായുധ യുദ്ധങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ പ്രചരണത്തിനുള്ള ഒരു മാർഗം തുറന്നു കിട്ടി എന്നുള്ളത് കൊണ്ടാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ആ ഉടമ്പടിയിൽ ഒപ്പുവെച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്ത് സമയം കളഞ്ഞിട്ട് കാര്യമില്ല എന്ന് റസൂലുള്ളാഹി മനസ്സിലാക്കുകയും ഇസ്ലാമിന്റെ പ്രബോധനത്തിനുള്ള മാർഗങ്ങൾ തടസ്സപ്പെടുത്തേണ്ട, ഇസ്ലാമിന് പ്രബോധനത്തിനുള്ള അവസരങ്ങൾ ഉണ്ടായി കിട്ടി എന്നാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ആ ഉടമ്പടിയിലൂടെ മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ളത്. ആ ഒരു ഉടമ്പടി കാരണം ഇസ്ലാമിന് ഒരുപാട് സമയം ലാഭിക്കാൻ സാധിക്കുകയുണ്ടായിട്ടുണ്ട്. വിജയത്തിന്റെ വ്യാപ്തി കണക്കാക്കുകയാണെങ്കിൽ 630 ജനുവരി മക്കയിലേക്ക് മാർച്ച് നടത്തുന്നതിന് മുമ്പ് അന്ന് അമുസ്ലിങ്ങളായ 10,000 പേര് ഇസ്ലാമിനെ ഉപരോധിച്ചപ്പോൾ മുസ്ലിം പക്ഷത്ത് വെറും 3000 പേർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ മുസ്ലിങ്ങളുടെ അംഗസംഖ്യ വളരെ കുറവായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഹുദൈബിയ സന്ധിക്ക് ശേഷം 7000 പേര് ഇസ്ലാമിലേക്ക് പ്രവേശിക്കുകയുണ്ടായി. ഉമറുൽ ഖൈസ് റളിയല്ലാഹു അൻഹു, ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ആളുകളെല്ലാം തന്നെ ഈ ഹുദൈബിയ സന്ധിക്ക് ശേഷം ഇസ്ലാമിൽ പ്രവേശിച്ച ആളുകളായിരുന്നു. അവരെ ഏത് വാളുകൊണ്ടാണ് ഇവരെ ഇസ്ലാമിലേക്ക് പ്രവേശിച്ചു എന്ന് മൗദൂദി സാഹിബിന് പറയാം.